സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും ഉള്ളിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടോ? അവിടെ ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്നതായി കാണാൻ കഴിയുന്നതെന്താണ്? സ്വപ്നങ്ങളല്ല, ബന്ധങ്ങളല്ല, വിധിയുമല്ല. അവിടെ ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്നത് നിങ്ങളുടെ വിശ്വാസമായിരിക്കും. ഏറ്റവും വിചിത്രമായ കാര്യമെന്താണെന്നോ? ഒരു മനുഷ്യൻ തോൽവി സമ്മതിക്കുന്നത് അവൻ വീഴുമ്പോഴല്ല, മറിച്ച് അവന്റെ വിശ്വാസം തകരുമ്പോഴാണ്. കാരണം വീണതിനു ശേഷവും ഒരാൾക്ക് എഴുന്നേൽക്കാൻ കഴിയും, എന്നാൽ വിശ്വാസം തകർന്നാൽ നിൽക്കുമ്പോൾ പോലും ആ മനുഷ്യൻ ഉള്ളിൽ നിന്ന് വീണുപോയിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യം കാണിച്ചുതരാൻ വന്നിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു നിയമം. അതാണ് വിശ്വാസത്തിന്റെ നിയമം. ആരു വിശ്വസിക്കുന്നുവോ അവനാണ് വിജയിക്കുന്നത്. പ്രപഞ്ചം അവനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഇതത്ര എളുപ്പമാണോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. വെറുതെ വിശ്വസിച്ചാൽ മാത്രം എല്ലാം മാറുമോ? എന്നാൽ കേട്ടോളൂ, എല്ലാം മാറില്ല. എന്നാൽ മാറുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ മിഥ്യാബോധം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് നാം ചിന്തിക്കുന്നു എന്നതാണ്. എന്നാൽ സത്യം ഇതാണ്: നാം വെറുതെ ശ്രമിക്കുക മാത്രമാണ്. നിയന്ത്രണം മറ്റാരുടെയോ കൈകളിലാണ്. നിങ്ങൾ എത്രയോ തവണ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടാകും, എന്നാൽ എല്ലാം തലകീഴായി മാറിയിട്ടുണ്ടാകും. ഈ വ്യക്തി എപ്പോഴും കൂടെയുണ്ടാകും എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും, എന്നാൽ അവരായിരിക്കും ആദ്യം നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാകുക. ഈ അവസരം എന്റെ ജീവിതം മാറ്റുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും, എന്നാൽ ആ അവസരം നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിമാറിയിട്ടുണ്ടാകും. അപ്പോൾ ചോദ്യം ഇതാണ്: എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നടക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നിന്നാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരമേ നടക്കൂ എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവ്യക്തത ഉള്ളിടത്താണ്, ഇരുട്ടുള്ളിടത്താണ് വിശ്വാസം ജനിക്കുന്നത്. ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയിൽ. ഇതാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള നിയമം. അത് ആദ്യം നിങ്ങളെ ഇരുട്ടിലേക്ക് തള്ളും, എന്നിട്ട് നോക്കും നിനക്കിപ്പോഴും എന്നിൽ വിശ്വാസമുണ്ടോ എന്ന്. ഓർക്കുക, പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും ശിക്ഷിക്കുന്നില്ല, അത് നിങ്ങളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രശ്നമെന്താണെന്നാൽ നാം എല്ലാ ബുദ്ധിമുട്ടുകളെയും ശിക്ഷയായി തെറ്റിദ്ധരിക്കുകയും അവിടെ വെച്ച് നമ്മുടെ വിശ്വാസം കൈവിടുകയും ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരമ്പ് മുന്നോട്ടെയ്യണമെങ്കിൽ അതിനെ ആദ്യം പുറകോട്ട് വലിക്കേണ്ടതുണ്ട്. എത്രത്തോളം പുറകോട്ട് വലിക്കുന്നുവോ അത്രത്തോളം അത് മുന്നോട്ട് കുതിക്കും. എന്നാൽ ആ അമ്പ് എന്നെ എന്തിനാണ് പുറകോട്ട് വലിക്കുന്നത്, ഇത് തെറ്റാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിന് ഒരിക്കലെങ്കിലും മുന്നോട്ടു പോകാൻ കഴിയുമോ? സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന നിമിഷങ്ങൾ വരുന്നത് നിങ്ങളെ തടയാനല്ല, നിങ്ങളെ ഉയരങ്ങളിലേക്ക് പറത്താനാണ്. എന്നാൽ അവിടെ ഒരു നിബന്ധനയുണ്ട്: നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു നേരായ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? അതോ എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കുമ്പോൾ മാത്രം വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? കാരണം യഥാർത്ഥ വിശ്വാസം തുടങ്ങുന്നത് നിങ്ങളുടെ യുക്തി അവസാനിക്കുന്നിടത്താണ്. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നിടത്ത് വെച്ച് പ്രപഞ്ചം പറയുന്നു ഇനിയെല്ലാം സംഭവിക്കുമെന്ന്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപും പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എല്ലാം മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അതെന്തായിരുന്നു? യാദൃച്ഛികതയോ, വിധിയോ, അതോ പ്രപഞ്ചമോ? നിങ്ങളുടെ വിശ്വാസത്തിനുള്ള മറുപടിയായിരുന്നു അത് എന്നതാണ് സത്യം. പ്രപഞ്ചം എപ്പോഴും കേൾക്കുന്നുണ്ട്, എന്നാൽ അത് കേവലം വാക്കുകളല്ല കേൾക്കുന്നത്, അത് നിങ്ങളുടെ ഊർജ്ജത്തെയാണ് കേൾക്കുന്നത്. നിങ്ങളുടെ ഊർജ്ജം ഭയത്തിന്റേതാണെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളാകും ലഭിക്കുക. നിങ്ങളുടെ ഊർജ്ജം സംശയത്തിന്റേതാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളാകും ലഭിക്കുക. എന്നാൽ നിങ്ങളുടെ ഊർജ്ജം വിശ്വാസത്തിന്റേതാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ അടുത്തേക്ക് ചായുവാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, ഇതുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ നിൽക്കുന്ന രണ്ടുപേരിൽ ഒരാൾ തകർന്നു പോകുമ്പോൾ മറ്റൊരാൾ ചരിത്രം സൃഷ്ടിക്കുന്നത്. വ്യത്യാസം സാഹചര്യത്തിലല്ല, വ്യത്യാസം അവരുടെ വിശ്വാസത്തിലാണ്. ഇനി ഒരു ചെറിയ കാര്യം മനസ്സിലാക്കുക. നിങ്ങളൊരു വിത്ത് മണ്ണിൽ നട്ടാൽ അടുത്ത ദിവസം തന്നെ അത് മുളച്ചോ എന്ന് കുഴിച്ചു നോക്കാറുണ്ടോ? നിങ്ങളതിൽ വെള്ളമൊഴിക്കുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നു, വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? കാരണം പ്രകൃതി അതിന്റെ ജോലി ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ എന്തിനാണ് ഇത്ര അക്ഷമരാകുന്നത്? എന്തിനാണ് ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങളെ കുഴിച്ചു നോക്കുന്നത്, എന്തെങ്കിലും നടന്നോ ഇല്ലയോ എന്ന്? ഇതാണ് മനുഷ്യൻ ആവർത്തിച്ചു ചെയ്യുന്ന തെറ്റ്. അവൻ കർമ്മം ചെയ്യുന്നു, എന്നാൽ വിശ്വസിക്കുന്നില്ല. ഓർക്കുക, വിശ്വാസമില്ലാത്ത കർമ്മം അപൂർണമാണ്, ക്ഷമയില്ലാത്ത വിശ്വാസം ദുർബലവുമാണ്. പ്രപഞ്ചത്തിന്റെ കളി വളരെ ആഴമുള്ളതാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും തരില്ല, കാരണം എല്ലാം പെട്ടെന്ന് ലഭിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വില ഒരിക്കലും മനസ്സിലാകില്ല. അത് നിങ്ങളെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കും, നിങ്ങളെ താഴെ വീഴ്ത്തും, നിങ്ങളെ തകർക്കും. എന്നാൽ അതെല്ലാം അത് നിങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങൾ പഴയതുപോലെയുള്ള ഒരു മനുഷ്യനായിരിക്കരുത് എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക: പ്രപഞ്ചം ഒരിക്കലും തെറ്റുവരുത്തില്ല. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് അപൂർണം. നാം ഇന്ന് കാണുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്, എന്നാൽ പ്രപഞ്ചം മുഴുവൻ ചിത്രവും കാണുന്നുണ്ട്.
അതുകൊണ്ടാണ് ചിലപ്പോൾ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം പ്രപഞ്ചം നമ്മിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. കാരണം ഇതിലും മികച്ചത് മറ്റെന്തോ നമ്മെ കാത്തിരിപ്പുണ്ടെന്ന് പ്രപഞ്ചത്തിനറിയാം. എന്നാൽ ആ മികച്ചതിലേക്കെത്താനുള്ള ഒരേയൊരു പാലം വിശ്വാസമാണ്. നിങ്ങൾ ആ പാലം കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരിടത്ത് നിങ്ങളെത്തും. എന്നാൽ നിങ്ങൾ ഭയന്നുപോയാൽ, നിങ്ങൾ വിശ്വാസം കൈവിട്ടാൽ, നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കും. ഈ ലോകം നിങ്ങളെ ഓരോ ദിവസവും ഭയം പഠിപ്പിക്കും, ഓരോ ദിവസവും സംശയം പഠിപ്പിക്കും. ഒന്നും നടക്കില്ല എന്ന് ഓരോ ദിവസവും ഇത് നിങ്ങളോട് പറയും. എന്നാൽ പ്രപഞ്ചം എപ്പോഴും ഒരു കാര്യം മാത്രമാണ് പറയുന്നത്: പതുക്കെ നിശബ്ദമായി വെറുതെ വിശ്വസിക്കുക, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. ഈ ശബ്ദം നിങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു നിമിഷത്തേക്ക് എല്ലാം വിട്ടുകളയുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ, അതോ ഞാൻ വെറും ഭയത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണോ? കാരണം നിങ്ങൾ ശരിക്കും വിശ്വസിക്കാൻ പഠിക്കുന്ന ആ ദിവസം മുതൽ നിങ്ങളെ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല. കാരണം അന്ന് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ടാകും. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച ആ ചോദ്യം, ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്നത്, ആ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയും. കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യം. നാം വെറുതെ ഭയത്തോടെ പ്രതീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എല്ലാം ശരിയാകുമെന്ന് നാം പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെയുള്ളിൽ എവിടെയോ ഒരു ശബ്ദം വരും, അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ എന്ന്. ഈ സംഭവിച്ചില്ലെങ്കിലോ എന്ന തോന്നലാണ് നമ്മുടെ വിശ്വാസത്തെ പതുക്കെ പതുക്കെ കാർന്നു തിന്നുന്നത്. വിശ്വാസത്തിനും ഭയത്തിനും ഒരുമിച്ച് നിലനിൽക്കാൻ കഴിയില്ല. വിശ്വാസമുള്ളിടത്ത് ഭയം തനിയെ ഇല്ലാതാകും. ഭയം കുടികൊള്ളുന്നിടത്ത് വിശ്വാസത്തിന് വേരുറപ്പിക്കാൻ കഴിയില്ല. ഇനി കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി തുടങ്ങുമ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഊർജ്ജം ചിതറിപ്പോകും. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ പകുതി മനസ്സോടെ, പകുതി വിശ്വാസത്തോടെ. പകുതി വിശ്വാസം എപ്പോഴും അപൂർണമായ ഫലങ്ങളെ നൽകൂ. എന്നാൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ വ്യത്യസ്തമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങളുടെ ഓരോ ചുവടും ശക്തമാകും, നിങ്ങളുടെ ഓരോ തീരുമാനവും വ്യക്തമാകും. അതിലുപരി നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. വിശ്വാസം പുറത്തുള്ള ലോകത്തെ മാത്രമല്ല മാറ്റുന്നത്, അത് ആദ്യം നിങ്ങളെയാണ് മാറ്റുന്നത്. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകം താനേ മാറാൻ തുടങ്ങും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉള്ളിൽ നിന്ന് ശാന്തനായിരിക്കുമ്പോൾ പുറത്തുള്ള പ്രശ്നങ്ങളും ചെറുതായി തോന്നും. എന്നാൽ ഉള്ളിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും ഒരു കൊടുങ്കാറ്റായി മാറും. ഇതാണ് വിശ്വാസവും ഭയവും തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസം നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു, ഭയം നിങ്ങളെ ചിതറിക്കുന്നു. ഇനി മറ്റൊരു ആഴമേറിയ കാര്യം മനസ്സിലാക്കുക. എല്ലാം ശരിയാകുമ്പോൾ ഞാൻ വിശ്വസിക്കുമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമം നേരെ തിരിച്ചാണ്. നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് എല്ലാം ശരിയാകുക. ഇതാണ് കളി, ഇതാണ് പരീക്ഷ. ഇതുകൊണ്ടാണ് എല്ലാവർക്കും വിജയിക്കാൻ കഴിയാത്തത്. കാരണം വിശ്വസിക്കുക എന്നത് എളുപ്പമല്ല. കീശ കാലിയായിരിക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാണ്. ആളുകൾ നിങ്ങളെ വിട്ടുപോകുമ്പോൾ ശരിയായ ആളുകൾ വരുമെന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാണ്. വീണ്ടും വീണ്ടും തോൽവികൾ ഉണ്ടാകുമ്പോൾ വിജയം അടുത്താണെന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഓർക്കുക, ബുദ്ധിമുട്ടുള്ളത് ഏതാണോ അതാണ് യഥാർത്ഥ വഴി. എളുപ്പമുള്ള വഴികൾ വിശ്രമം മാത്രമേ നൽകൂ. എന്നാൽ ബുദ്ധിമുട്ടുള്ള വഴികൾ മാത്രമാണ് മനുഷ്യനെ മഹാനാക്കുന്നത്. പ്രപഞ്ചം നിങ്ങൾക്ക് എളുപ്പമുള്ള വഴി നൽകില്ല, കാരണം അതിന് നിങ്ങളെ തയ്യാറാക്കേണ്ടതുണ്ട്. വെറുതെ സന്തോഷിപ്പിക്കുകയല്ല വേണ്ടത്. ആ തയ്യാറെടുപ്പിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് വിശ്വാസം. ഇനി ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു കർഷകൻ വിത്ത് വിതച്ചതിനു ശേഷം ഒരുപക്ഷെ ഒന്നും മുളയ്ക്കില്ല എന്ന് ഓരോ ദിവസവും ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കാൻ കഴിയുമോ? അയാൾ ഒന്നുകിൽ വെള്ളം നനയ്ക്കുന്നത് നിർത്തും, അല്ലെങ്കിൽ അക്ഷമനായി പാതി വഴിയിൽ തോൽവി സമ്മതിക്കും. എന്നിട്ട് എന്റെ വിധി മോശമാണെന്ന് അയാൾ പറയും. എന്നാൽ സത്യമെന്തെന്നാൽ അയാൾ വിശ്വസിച്ചിരുന്നില്ല എന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും സ്വന്തം ജീവിതത്തിലെ കർഷകരാണ്. നാം ദിവസവും അധ്വാനത്തിന്റെ, ബന്ധങ്ങളുടെ, സ്വപ്നങ്ങളുടെ വിത്തുകൾ വിതയ്ക്കുന്നു. എന്നാൽ പിന്നീട് നാം തന്നെ അവയെ സംശയത്തിന്റെ വെള്ളത്തിൽ മുക്കിക്കളയുന്നു. എന്നിട്ട് ഒന്നും മുളയ്ക്കാതിരിക്കുമ്പോൾ നാം പ്രപഞ്ചത്തെ കുറ്റപ്പെടുത്തുന്നു. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. പ്രപഞ്ചം ഒരിക്കലും നിങ്ങൾക്കെതിരല്ല. അത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വിശ്വാസമാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വഴികൾ തുറന്നുകിട്ടും. നിങ്ങൾ ഭയമാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങളാകും ലഭിക്കുക. ഈ നിയമം ഇത്രയും ലളിതമാണ്, പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പൂർണ്ണമായും തകർന്നു പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നേർത്ത ഒരു ശബ്ദം വരും, എല്ലാം ശരിയാകുമെന്ന്. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? അത് നിങ്ങളുടെ തലച്ചോറല്ല. അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാവാണ്. ആ ശബ്ദമാണ് വിശ്വാസത്തിന്റെ യഥാർത്ഥ തുടക്കം. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? നാം ആ ശബ്ദം കേൾക്കാത്ത മട്ടിലിരിക്കുകയും ലോകത്തിന്റെ ബഹളങ്ങൾ കേൾക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആളുകൾ എന്തു പറയും? എന്ത് സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? എന്തിന് സംഭവിക്കും? എത്രയെത്ര ചോദ്യങ്ങൾ.
ആ ബഹളങ്ങൾക്കിടയിൽ ഉള്ളിലെ ആ ചെറിയ ശബ്ദമില്ലാതാകുന്നു. നിങ്ങൾക്ക് ശരിക്കും വിശ്വാസം ശക്തമാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ബഹളം കുറയ്ക്കണം, കുറച്ചൊന്ന് നിൽക്കണം. നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദത്തെ ഒന്ന് കേൾക്കണം. കാരണം ആ ശബ്ദം മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരിക. പിന്നെ ഓർക്കുക, പ്രപഞ്ചം ഒരിക്കലും ഉറക്കെ വിളിച്ചു പറയില്ല. അത് പതുക്കെ സൂചനകൾ നൽകും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപത്തിൽ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിന്റെ രൂപത്തിൽ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പരാജയത്തിന്റെ രൂപത്തിൽ. അതെ, പരാജയം പോലും ഒരു സൂചനയാണ്. അത് നിങ്ങളെ തടയാൻ വരുന്നതല്ല, നിങ്ങളുടെ ദിശ മാറ്റാനാണ് അത് വരുന്നത്. എന്നാൽ നാം അതിനെ അവസാനമായി കണക്കാക്കുന്നു. അത് വെറുമൊരു വഴിത്തിരിവ് മാത്രമായിരിക്കെ. സുഹൃത്തുക്കളെ, വിശ്വസിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് ഒരിക്കലും മോശമായതൊന്നും സംഭവിക്കില്ല എന്നല്ല. വിശ്വസിക്കുക എന്നതിനർത്ഥം എന്തു സംഭവിച്ചാലും അത് നിങ്ങളെ മുന്നോട്ട് തന്നെ നയിക്കുമെന്നാണ്. അത് വേദനയായാലും നഷ്ടമായാലും ഏകാന്തതയായാലും എല്ലാം നിങ്ങളെ വാർത്തെടുക്കുകയാണ്, നിങ്ങളെ ഒരുക്കുകയാണ്. അവിടെ ഒരൊറ്റ നിബന്ധനയേയുള്ളൂ: നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾ പിടിച്ചു നിൽക്കണം. കാരണം ആര് പിടിച്ചു നിൽക്കുന്നുവോ അവനാണ് വിജയിക്കുന്നത്. ആര് വിശ്വസിക്കുന്നുവോ അവനോടൊപ്പമാണ് പ്രപഞ്ചം നിലകൊള്ളുന്നത്. ഇപ്പോൾ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നതല്ല. ചോദ്യം ഇതാണ്: അതിനിടയിൽ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ശക്തമാണ് എന്നതാണ്. കാരണം സുഹൃത്തുക്കളെ, സാഹചര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടപ്രകാരമാകില്ല. എന്നാൽ വിശ്വാസം എപ്പോഴും നിങ്ങളുടെ കൈകളിലായിരിക്കും. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്ന ആ ദിവസം നിങ്ങളുടെ ജീവിതം മാറും എന്നത് ഉറപ്പാണ്. സുഹൃത്തുക്കളെ, ഇതുവരെ നിങ്ങൾ കേട്ടത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് നിങ്ങളെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ളതായിരുന്നു. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം വരുന്നത് അറിവിൽ നിന്നല്ല, തീരുമാനത്തിൽ നിന്നാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നിങ്ങൾ പഴയതുപോലെ ഭയത്തോടെയും സംശയത്തോടെയും അപൂർണമായ വിശ്വാസത്തോടെയും ജീവിക്കുന്നത് തുടരുക, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പൂർണ്ണമായി യാതൊരു നിബന്ധനയുമില്ലാതെ വിശ്വസിക്കാൻ പഠിക്കുക. സുഹൃത്തുക്കളെ, വിശ്വാസം എന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് നിങ്ങളുടെ വിധി എഴുതാനുള്ള ശക്തിയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അത്രയധികം സ്വാധീനം ചെലുത്തില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യവും പരിമിതമായ സ്വാധീനം മാത്രമേ ഉണ്ടാക്കൂ. എന്നാൽ നിങ്ങൾ ജീവിക്കുന്ന ഊർജം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ തന്നെ സൃഷ്ടിക്കുന്നു. വിശ്വാസമാണ് ഏറ്റവും ഉയർന്ന ഊർജം. നിങ്ങൾ വിശ്വാസത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഓടിയൊളിക്കില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കും. നിങ്ങൾ പരിഭ്രാന്തരാകില്ല. നിങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ നിസ്സഹായതയിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണിത്. വളരെ ആഴത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തളർന്നുപോകും. എന്നാൽ ഞാൻ എന്റെ ജോലി ചെയ്യും, ബാക്കിയെല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു വല്ലാത്ത ശാന്തത നിങ്ങളെ പൊതിയും. അത് തോൽവിയുടെ ശാന്തതയല്ല, അത് പൂർണ്ണമായ വിശ്വാസത്തിന്റെ ശാന്തതയാണ്. അവിടെ നിന്നാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. നിങ്ങളൊരുപക്ഷെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ നിങ്ങളെല്ലാം വിട്ടുകളയുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമോ അത് നേരിടാമെന്ന് കരുതുമ്പോൾ കാര്യങ്ങൾ തനിയെ ശരിയാകാൻ തുടങ്ങും. എന്തുകൊണ്ട്? കാരണം ആ നിമിഷം നിങ്ങൾ നിയന്ത്രണം വിട്ടുകളയുകയും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, നിയന്ത്രണം നിങ്ങളെ പരിമിതപ്പെടുത്തുന്നു. വിശ്വാസം നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. എല്ലാം എന്റെ ഇഷ്ടപ്രകാരം നടക്കണം എന്നാണ് നിയന്ത്രണം പറയുന്നത്. എന്ത് സംഭവിക്കുമോ അത് ശരിയായിരിക്കും എന്ന് വിശ്വാസം പറയുന്നു. സത്യമെന്തെന്നാൽ പ്രപഞ്ചം എപ്പോഴും ശരിയാണ് ചെയ്യുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല എന്ന് മാത്രം. ഇനി അവസാനമായി ഒരു ഉദാഹരണം കേൾക്കുക. നിങ്ങൾ വളരെ വലിയൊരു പെയിന്റിങ്ങിന്റെ അടുത്തായി നിൽക്കുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് കുറച്ച് നിറങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. അസാധാരണമായ ചില പാറ്റേണുകൾ, ചിതറിക്കിടക്കുന്ന ചില വരകൾ. ഇതെന്താണ്? ഇതിൽ യാതൊരു സൗന്ദര്യവുമില്ല എന്ന് നിങ്ങൾ പറയും. എന്നാൽ നിങ്ങൾ കുറച്ചൊന്ന് പിന്നോട്ട് മാറുമ്പോൾ ആ പൂർണ്ണമായ ചിത്രം മുന്നിൽ വരും. ആ ചിതറിക്കിടന്ന നിറങ്ങൾ ഒരത്ഭുത ചിത്രമായി മാറും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പെയിന്റിങ്ങിനോട് വളരെ അടുത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. അപൂർണമായ സ്വപ്നങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, അനിശ്ചിതത്വമുള്ള ഭാവി. എന്നാൽ പ്രപഞ്ചം മുഴുവൻ ചിത്രവും കാണുന്നുണ്ട്. ഈ ചിതറിക്കിടക്കുന്ന നിമിഷങ്ങളെല്ലാം ചേർന്ന് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥ സൃഷ്ടിക്കുമെന്ന് അതിനറിയാം. നിങ്ങൾ കുറച്ചൊന്ന് പിന്നോട്ട് മാറി വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. സുഹൃത്തുക്കളെ, വിശ്വസിക്കുക എന്നത് ഒരു ബലഹീനതയല്ല. അതാണ് ഏറ്റവും വലിയ ശക്തി. ദുർബലനായ മനുഷ്യൻ എല്ലാം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. ശക്തനായ മനുഷ്യന് വിശ്വസിക്കാനറിയാം, കാരണം അവൻ ഒറ്റയ്ക്കല്ലെന്ന് അവനറിയാം. ഇനി അവസാനമായി ഒരു സത്യം കൂടി കേൾക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചെന്നിരിക്കില്ല. ചിലർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. ചില അവസരങ്ങൾ നഷ്ടപ്പെടും. ചില സ്വപ്നങ്ങൾ തകരും. എന്നാൽ നിങ്ങൾ വിശ്വാസം കൈവിട്ടില്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തന്നെ ലഭിക്കും. അത് ഒരുപക്ഷെ നിങ്ങളുടെ പഴയ സ്വപ്നങ്ങളെക്കാൾ എത്രയോ വലുതായിരിക്കും. ഇതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. വിശ്വസിക്കുന്നവനാണ് വിജയിക്കുന്നത്. കാരണം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന്റെ പേര് മാത്രമല്ല വിജയം. ഏതു സാഹചര്യത്തിലും തളർന്നു പോകാതെ കൂടുതൽ ശക്തനായി മുന്നോട്ടു പോകുന്ന ആ യാത്ര ജീവിക്കുന്നതിന്റെ പേരാണ് വിജയം. നിങ്ങൾ ഈ തലത്തിലെത്തുമ്പോൾ പിന്നെ തോൽവിക്ക് പോലും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം വലിയൊരു വിജയത്തിന്റെ ഭാഗം മാത്രമാണ് ഇതുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ,
ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കുക. കണ്ണുകളടച്ച് ഹൃദയത്തിൽ നിന്ന് പറയുക, എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ എന്റെ വിശ്വാസം കൈവിടില്ല. പ്രപഞ്ചം എനിക്കൊപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ മുഴുവൻ ഊർജ്ജത്തെയും മാറ്റാൻ ഈ ഒരൊറ്റ വാചകത്തിന് കഴിയും. നിങ്ങളുടെ ഊർജ്ജം മാറുമ്പോൾ നിങ്ങളുടെ ലോകം മാറുന്നതിനെ തടയാൻ ആർക്കും കഴിയില്ല. ഇന്ന് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം തിരികെ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം വെറുതെ കളയരുത്. ഈ വീഡിയോ വെറുതെ കേട്ട് അവസാനിപ്പിക്കരുത്. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളുക. കമന്റിൽ തീർച്ചയായും എഴുതുക, എന്റെ വിശ്വാസം അടിയുറച്ചതാണ്. കാരണം ഇതൊരു വെറും കമന്റ് ആയിരിക്കില്ല, ഇത് നിങ്ങളുടെ ഉള്ളിലെ ഒരു പുതിയ തുടക്കമായിരിക്കും. ഇരുട്ടിൽ നിൽക്കുന്ന തോൽവി സമ്മതിക്കാൻ പോകുന്നവരിലേക്ക് ഈ സന്ദേശം തീർച്ചയായും എത്തിക്കുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വീണ്ടും വെളിച്ചം കൊണ്ടുവന്നേക്കാം. ഞങ്ങളുടെ ലക്ഷ്യം വെറുതെ സംസാരിക്കുക എന്നത് മാത്രമല്ല. ഭയപ്പെടരുത്, വിശ്വസിക്കുക. പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന ആ ശബ്ദത്തെ നിങ്ങളുടെ ഉള്ളിൽ ഉണർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഓർക്കുക, നിങ്ങൾ ശരിക്കും വിശ്വസിക്കാൻ പഠിക്കുന്ന ആ ദിവസം മുതൽ നിങ്ങളുടെ കഥ മാറും. കാരണം ആ ദിവസം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ടാകും. നന്ദി സുഹൃത്തുക്കളെ.